ശരിയാണ്, അത് മെയിനാണ്. അപ്പോൾ അച്ഛനോട് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചു, അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു അഭിപ്രായം, അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്വൈസ് സിനിമയിലൂടെ പോകും, ഇത് കറക്റ്റാണ്, ഇത് സൂപ്പർ ഉപകാരപ്പെടും തോന്നിയോ? അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് അങ്ങനെയൊന്നും പറയാറില്ല. പൊതുവേ ജനറലി പറഞ്ഞിരുന്നൊരു കാര്യമാണ്, എവിടെ പോയാലും ബി സൈലൻറ്റ്, എല്ലാവരെയും നോട്ടീസ് ചെയ്യുക, ബി ഡൗൺ ടു എർത്ത്, എല്ലോസിനെ റെസ്പെക്റ്റ് ചെയ്യുക, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതൊരു മൂവിക്ക് പോകുന്നതിന് മുന്നേ അവിടെ പോകുമ്പോൾ അങ്ങനെ ചെയ്യണം, അങ്ങനെയല്ല, ബേസിക്കലി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഫോളോ ചെയ്തത്. നമ്മളുടെ ആ ഒരു ടാലൻറ്റ് എന്താണോ അതിലൂടെ നമ്മൾ ഉയർന്നു വരണം എന്നൊരു ആഗ്രഹം കൊണ്ടായിരിക്കും നമുക്കൊരു സ്പേസ് തരുന്ന ഒരു രീതി, അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ അല്ലേ. അതുപോലെ ചേച്ചിയോട് ചോദിച്ചിരുന്നോ, ചേച്ചി ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ്, നമുക്ക് എന്തായാലും ഒരു ഫസ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ ഓൾറെഡി മമ്മൂക്കയിലൂടെ അഭിനയിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു ഇവിടെ ഫസ്റ്റ് ദിവസത്തിലൂടെ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല, ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, ഉണ്ടാവില്ല. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ടെൻഷൻ കൂട്ടും. ഞാൻ ഇപ്പോൾ പോയി ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല. അത് വേറൊരു പോയിന്റാണ്, ടെൻഷൻ കൂട്ടും, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. പോയിട്ട് അങ്ങ് അനുഭവിക്കാം അങ്ങനെ വിചാരിച്ചു. വോട്ടെവർ എക്സ്പീരിയൻസ് ആവും. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിച്ചു, കാളിദാസിൻ്റെ കൂടെ അഭിനയിച്ചു. സോ വാട്ട്സ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ട് കാളിദാസിൻ്റെ കൂടെ ഉള്ളൊരു സീനായിരുന്നു. പൂജയ്ക്ക് ഞാൻ ഒരിക്കൽ കണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാണ് ഫസ്റ്റ് കാണുന്നത്. ബട്ട് എന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയാണ് ഡ്യൂറിങ് ദ ഹോൾ ഷൂട്ട് വെച്ചത്. എൻ്റെ എല്ലാ കോ ആർട്ടിസ്റ്റാണ്, പക്ഷേ എസ്പെഷ്യലി കാളിദാസ്, ഹി വാസ് വെരി സ്വീറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ് ദി എൻറ്റയർ ഷൂട്ട്. ആൻഡ് ക്രൂ ആയാലും എല്ലാവരും ആയാലും എവറിബഡി വാസ് വെരി സ്വീറ്റ്. താങ്ക് യു സോ മച്ച്. പാട്ട് പ്ലേ ആണെങ്കിൽ 2 സ്റ്റെപ്പ് വെക്കാമോ? കാല് സ്ട്രെയിനായിരിക്കുകയാണ്, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും 2 ചെയ്യും. സ്റ്റെപ്പ് ഇട്ട് അല്ലെങ്കിൽ ഇട്ടാണ് ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് കൃഷ്ണമൂർത്തി ചേട്ടൻ്റെ എടുത്ത് പറയണമായിരുന്നു. പുള്ളി ആണ് ഐ തിങ്ക് എനിക്ക് റോള് അമ്മൻ ആദ്യം വെച്ച് പുള്ളി ത്രൂ ആണ് വന്നത്. ഗോപാലൻ സാർ, ബാദുഷ ചേട്ടൻ, ഇവരൊക്കെ എനിക്കൊന്ന് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യണമായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് ജയറാം അങ്കിൾ, ആശ ആൻറ്റി, ദേവർ ഓൾസോ വെരി സ്വീറ്റ്. സോ പ്രജിത് സാർ, അരവിന്ദ് ചേട്ടൻ, എല്ലാവരെയും എടുത്ത് പറയാൻ എനിക്കുണ്ട്. ചിലപ്പോൾ വിട്ടുപോയി കാണും, ഐ എം എ ബിറ്റ് നെർവസ്. ബട്ട് താങ്ക് യു ഓൾ സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണേ, നമ്മളെല്ലാ ടീം മെമ്പേഴ്സിനും വിളിക്കുന്നുണ്ട്. അടുത്തായി വേദിയിലേക്ക് എത്താൻ പോകുന്ന ആൾ ഒരു കാലത്ത് എൻ്റെ